അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിഡ്നി റിലേറ്റഡ് ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സിംറ്റംസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൃത്യം അളവിൽ ഇലക്ട്രോലൈറ്റ്സ്, അതായത് സോഡിയം പോലുള്ള ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ബാലൻസ് ചെയ്ത് നിർത്തുന്നതും, അതുപോലെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ബോൺ സ്ട്രെങ്ത് അതെല്ലാം കറക്റ്റ് സ്ട്രെങ്തിൽ വെക്കുന്നതും, അതുപോലെ നമ്മളെ ബ്ലഡ് സെൽസ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, ആ സംഭവത്തിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ കിഡ്നിയുടെ കുറേ ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ കണക്ക് ഫിൽട്രേഷൻ, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിരുന്നാലും ഫിൽട്രേഷൻ ആയിരുന്നാലും മാത്രമല്ല, അവർക്ക് ഇങ്ങനെ കുറച്ച് ജോലികളും കൂടെ അഡീഷണലായിട്ടുണ്ട്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മുടെ കിഡ്നി ചെയ്യുന്നുണ്ട്. അപ്പം കിഡ്നിയുടെ ഫങ്ഷൻ റിലേറ്റഡ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇൻടേൺ അത് മെയിൻലി ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, അതുപോലെ തന്നെ ബ്രെയിനിനെ ബാധിക്കാം, ബ്ലഡിനെ ബാധിക്കാം, ബോൺസിനെ ബാധിക്കാം. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ എല്ലാം ബാധിക്കും. നിസാരം ലങ്സിനെ ബാധിക്കുന്നു എന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കാം? ഈ പറഞ്ഞ കണക്ക് കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്ത് പോയില്ല എന്നിരിക്കട്ടെ, അത് പല ഭാഗങ്ങളിലും തിരിച്ച് റീറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ലങ്സിലും റീറ്റെയിൻ ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ചെറിയ ഒരു ബ്രെത്ത്ലെസ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും.